കേരളത്തിലെ മലയാളി സമൂഹം കണ്ട ഒരു കാഴ്ചകളാണ്. ഞാൻ എത്രമാത്രം സമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടു, എത്രമാത്രം മുറിവേൽക്കപ്പെട്ടു, എത്രമാത്രം ഞാനും എൻ്റെ കുടുംബവും ഈ ഒരു നന്മ പ്രവർത്തി ചെയ്തതിനു ശേഷം ആക്ഷേപിക്കപ്പെട്ടു എന്നുള്ളത് കേരള സമൂഹം കണ്ടതാണ്. എന്നാൽ ആ അഡ്വക്കേറ്റിന് കൊടുത്ത നോട്ടീസ് അതിന് പ്രകാരം തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകാനാണ്. കാരണം എനിക്കുണ്ടായ ഈ രേണുസുതിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നലെ ബിഷപ്പിന്റെ ഒരു വോയിസ് ഞാൻ കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. ഷഫീന ബീവിയുടെ ചാനലിനകത്താണ് ആ ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം ഉണ്ടല്ലോ, ഇത് ഇവിടം കൊണ്ടെങ്ങും തീരുന്ന ലക്ഷണമൊന്നുമില്ല. അച്ഛൻ വളരെ ഇമോഷണലി ഡൗൺ ആയിട്ടൊക്കെയാണ് ആ ഒരു വോയിസ് അയച്ചിരിക്കുന്നത്. എന്തായാലും അച്ഛൻ ആ വക്കീൽ നോട്ടീസ് അയച്ചതിന് ശേഷം രേണുസുതിയുടെ അഡ്വക്കേറ്റ് അതിനൊരു മറുപടിയൊക്കെ അച്ഛന് തിരിച്ച് അയച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ആ വോയിസ് ഒന്ന് കേൾക്കാം. നമസ്കാരം മാഡം. നമസ്കാരം. ഞാൻ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്ന് പറയുന്നു. മാഡം, നമ്മളെ കഴിഞ്ഞിടയ്ക്ക് കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് വീട് കൊടുക്കാനായിട്ട് വസ്തു കൊടുത്ത വിവരം പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നല്ലോ. അതിനുശേഷം ഉണ്ടായ സൈബർ ബുള്ളിങ്ങും മറ്റു പ്രശ്നങ്ങളും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മിഷണറി ശുശ്രൂഷകൾക്കും വരുത്തി വെച്ചതായിട്ടുള്ള പ്രയാസങ്ങള്, സമൂഹത്തിൽ ഞാൻ അനുഭവിച്ച വേദനകള് എനിക്ക് പറഞ്ഞറിയിക്കാവുന്നതിനപ്പുറമായിരുന്നു. അത് സഹികെട്ടിട്ടാണ് എന്നെ പബ്ലിക്കിൽ കൊല്ലം സുധിര സഹധർമ്മിണി രേണു സുധി പല സന്ദർഭങ്ങളിലും എന്നെ പലപ്പോഴും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്ന് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്നെ അപമാനപ്പെടുത്തിക്കൊണ്ടുള്ളതായിട്ടുള്ള അവരുടെ വോയിസുകളൊക്കെയും അവരുടെ വീഡിയോ ആയിട്ട് വന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും വളരെയധികം വേദനിപ്പിച്ചു. അതനുസരിച്ച് ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട വക്കീൽ വഴി ഇവർക്ക് ഒരു ലീഗൽ നോട്ടീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ചിരുന്നു. അത് അവർ കൈപ്പറ്റിയ ശേഷം അവര് എൻ്റെ അഡ്വക്കേറ്റിന് ഒരു ലീഗൽ നോട്ടീസ് അയച്ചു കൊടുക്കുകയുണ്ടായി. അത് ഇന്ന് എൻ്റെ അഡ്വക്കേറ്റ് എനിക്ക് വിവരം തരികയുണ്ടായി. അതിനകത്ത് അവർ യാതൊരു വിധമായ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടില്ലെന്നും ഇതൊക്കെയും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും പറഞ്ഞാണ് അവരുടെ അഡ്വക്കേറ്റ്. ശരിക്കും നിങ്ങൾക്ക് ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? നിങ്ങൾ ആ മനുഷ്യനെ വന്ന് വിശപ്പാമ്പെന്ന് വിളിക്കുന്നു, പിന്നെ ആ മനുഷ്യൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനെ കുറ്റം പറയുന്നു. നിങ്ങൾ എന്തെല്ലാം പരിപാടികളാണ് നിങ്ങളുടെ കൂട്ടുകാരികളും കൂടെ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് കാണിച്ചു കൂട്ടിയത്? എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ചാനലിൽ ഈ ഇങ്ങനെയുള്ള വീഡിയോസ് കിടപ്പുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെയും ചെന്ന് കള്ളം പറയേണ്ട ആവശ്യം എന്താ? നിങ്ങൾക്ക് ലേശം നാണം ഉണ്ടോ? ആ മനുഷ്യനെ എത്രത്തോളം അപമാനിക്കാൻ പറ്റുന്നോ അതിൻ്റെ എക്സ്ട്രീം ലെവലായതിനു ശേഷമാണ് നിങ്ങൾക്കെതിരെ കേസുമായിട്ട് ആ ഒരു മനുഷ്യൻ ഇറങ്ങി തിരിച്ചത്. എന്നാലും ബാക്കിയോടെ കേൾക്കാം. മറുപടി തന്നിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ മലയാളി സമൂഹം കണ്ട ഒരു കാഴ്ചകളാണ്. ഞാൻ എത്രമാത്രം സമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടു, എത്രമാത്രം മുറിവേൽക്കപ്പെട്ടു, എത്രമാത്രം ഞാനും എൻ്റെ കുടുംബവും ഈ ഒരു നന്മ പ്രവർത്തി ചെയ്തതിനു ശേഷം ആക്ഷേപിക്കപ്പെട്ടു എന്നുള്ളത് കേരള സമൂഹം കണ്ടതാണ്. എന്നാൽ ആ അഡ്വക്കേറ്റിന് കൊടുത്ത നോട്ടീസ് അതിന് പ്രകാരം തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകാനാണ്. കാരണം എനിക്കുണ്ടായ മാനസികവും മറ്റ് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങള് അച്ഛൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അതായത് രേണു സുധിക്കെതിരെ ഡീഫമേഷൻ കേസുമായിട്ട് അച്ഛൻ മുന്നോട്ട് പോകുവാണ്. അഹങ്കാരം അങ്ങ് തീർന്നു കിട്ടിയല്ലേ. കുറച്ചും കൂടി കളിയാക്കി കൊടുക്ക്. കൂട്ടുകാരികളൊക്കെ വിളിച്ചിട്ട് ഒന്നുകൂടെ ലൈവൊക്കെ ഇട്ടിട്ട് കുറച്ചും കൂടെ കളിയാക്കുക. അപ്പോഴത്തേക്ക് അടിപൊളി ആയിക്കോളും. നിങ്ങൾ സത്യം പറഞ്ഞുണ്ടല്ലോ, ഇതൊക്കെ ചോദിച്ച് മേടിക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലോജൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. നിങ്ങളത് ചെയ്തില്ല. വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മറുപടി കൊടുക്കാം നിങ്ങളുടെ അഡ്വക്കേറ്റുമായിട്ട് വെച്ച് ബന്ധപ്പെട്ട്. അതായത് ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ റിപ്ലൈ കൊടുക്കാം. പക്ഷെ നേരെ മറിച്ച് എന്തോ ചെയ്തത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല, ഞാൻ ഒരു തെറ്റും കാണിച്ചിട്ടില്ല, ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള രീതിയിൽ പിന്നെയും ആ മനുഷ്യനെ അപമാനിക്കുന്ന രീതിയിൽ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ ഇരിക്കൂ. എന്തായാലും കേസുമായിട്ട് പുള്ളി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് പുള്ളി ഒരു ബിഷപ്പും കൂടിയാണ്. നിങ്ങൾ ബിഷപ്പ് എന്ന് പറയുന്ന പേരിനെ വരെ നിങ്ങൾ അപമാനിച്ചിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. അനുവദിക്കാനാവാത്തതാണ്. അപ്പോൾ കോടതിയെ സമീപിച്ച് ഇതിനൊരു നീതി ലഭിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. എന്നെ പൊതുസമൂഹത്തിൽ എത്രമാത്രം ആക്ഷേപിച്ചു എന്നുള്ളത് കേരളത്തിലെ മലയാളി സമൂഹം കണ്ടതാണ്. ഞാൻ ഭൂമിയോളം ക്ഷമിച്ച് ഞാൻ, കാരണം ഇതിനു മുൻപ് നടന്ന ഇന്റർവ്യൂസിലൊക്കെയും ഈ രേണു സുധി ബിഗ് ബോസില് പോയ സമയത്ത് പല ചാനലുകൾ എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആ ഇന്റർവ്യൂ ചെയ്ത ചാനലിലെ ആങ്കർമാർ ചോദിച്ച കമന്റ്സുകളിലൂടെ അവർ ചോദിച്ച ചോദ്യങ്ങളിലാണ് ഞാൻ
നൽകിയത്. ആ ഉത്തരം നൽകിയതിനകത്ത് ഞാൻ പറഞ്ഞ വാക്കുകൾ എടുത്തു കാണിക്കുകയും അവര് ചോദിച്ച ചോദ്യങ്ങളൊക്കെയും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്ന ചാനലുകാർ മുക്കിക്കളയുകയും ചെയ്ത ശേഷം എന്നെ വ്യക്തിഹത്യ ചെയ്ത് അപമാനിക്കുന്ന രീതിയിൽ വളരെയധികം സൈബർ ബുള്ളിങ്ങിൽ എന്നെ വലിച്ചെറിയുവാൻ തക്കണം ഇവിടെ ആയിട്ടുണ്ട്. അതിനാൽ മാഡത്തിനോട് എനിക്ക് പറയുവാനുള്ളത്, തീർച്ചയായിട്ടും കോടതിയെ സമീപിച്ച് കേസുമായിട്ട്, മാനനഷ്ട കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് എന്റെ കുടുംബം ഒന്നടങ്കം ഞങ്ങൾ തീരുമാനിക്കുന്ന അങ്ങനെ തന്നെയാണ്, മാനനഷ്ട കേസുമായിട്ട് മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം ഒരു തരത്തിലല്ല എന്റെ ആത്മീയ ശുശ്രൂഷകൾക്ക്, എന്റെ വ്യക്തിപരമായ ജീവിതത്തെ, എന്റെ കുടുംബ ജീവിതത്തെ, എന്നെ എല്ലാ തരത്തിലും ഓരോ ദിവസത്തിനും മേൽ ദിവസം എന്നെ. ഇവിടെ ഞാൻ വേറൊരു കാര്യം പറയാം. രേണുവിൻ്റെ കൂട്ടുകാരികൾക്ക് ബോധം ഉണ്ടായതിൻ്റെ പേരിൽ അച്ഛൻ്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തു. അവർക്ക് ബോധമുണ്ട്, കാര്യം അവർക്ക് ഈ കേസിൻ്റെ പുറകിലൊന്നും നടക്കാൻ അവരെ കൊണ്ട് പറ്റത്തുമില്ല. കാര്യം അവർ ചെയ്ത മിസ്റ്റേക്ക് പിന്നെ എന്താണെന്ന് അവർക്കത് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ രേണുവിനെ സംബന്ധിച്ച് ആ ബോധമില്ല. രേണു എന്തോ പിന്നെയും ഇത് ഒരു കണ്ടന്റ് ആക്കാം എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം പൊറുതി മുട്ടി ഗദ്ദി കെട്ടേൻ്റെ പേരിലാണ് ഈ ഒരു അച്ഛൻ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മൾ ഒരാൾ മനസ്സറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ സഹായിച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെ ആ ഒരു മനുഷ്യനെതിരെ കാണിക്കുക എന്നൊക്കെ പറയുന്നത്, ദാറ്റ് ഈസ് വെരി റോങ്. അങ്ങനെ ചെയ്യരുത്. പിന്നെയും അവർ വന്നിരുന്ന് ഇതിനെയൊക്കെ ന്യായീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും? എന്തായാലും ആ ഒരു അച്ഛൻ്റെ ഒരു അവസ്ഥ വളരെ മോശമാണ്. അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ ആത്മഹത്യ ചെയ്യാതെ വേറെ വഴിയില്ല, ഞാനും എൻ്റെ കുടുംബം ആത്മഹത്യ എന്നൊക്കെയുള്ള രീതിയിൽ അച്ഛൻ പറയുന്നുണ്ട്. അതായത് അത്രത്തോളം ആ ഒരു മനുഷ്യനെ ഇത് മെൻ്റലി ബാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. നിങ്ങൾക്ക് മേ ബി ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴത്തേക്കും മേ ബി ഒരു തമാശയും എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും. പക്ഷേ അച്ഛൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്. അതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി. അപഹേളിച്ച് എന്നെ നിന്ദിച്ച് പരിഹസിക്കുന്ന ഒരു വിഷയം വന്നിരിക്കുന്നതിനാൽ തീർച്ചയായിട്ടും ഇത് പബ്ലിക്കിൽ സമൂഹം ഇത് അറിഞ്ഞ കാര്യമായതുകൊണ്ടാണ് മാഡത്തിനെ ഞാൻ ഈ വിവരം അറിയിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് തന്ന സപ്പോർട്ടുകൾ ധാരാളമാണ്. പല ആൾക്കാരും, ഞാൻ തകർന്നു പോയ സന്ദർഭങ്ങളിൽ, ഞാൻ എൻ്റെ കുടുംബം നിരാശപ്പെട്ട സന്ദർഭങ്ങളിൽ സോഷ്യൽ മീഡിയ പ്രവർത്തകര് വളരെയധികം എനിക്ക് വേണ്ട കൈത്താങ്ങലുകൾ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്ന ഈ വിവരം സോഷ്യൽ മീഡിയ വഴി തന്നെ അറിയിക്കുവാനായിട്ടും, അതുപോലെ തന്നെ മാഡത്തിനെ ഈ വിവരം ഞാൻ അറിയിക്കുന്നത്. വക്കീൽ എനിക്ക് ഇന്ന് ഈ വിവരം അരമണിക്കൂർ മുമ്പാണ് എന്നെ അറിയിച്ചത്. അദ്ദേഹം ആ നോട്ടീസ് എനിക്ക് വായിച്ച ശേഷം കൃത്യമായ വിവരങ്ങൾ എന്നെ അറിയിച്ചു. എന്നോട് പറഞ്ഞു, ബിഷപ്പ് തീർച്ചയായിട്ടും നമുക്ക് കേസുമായിട്ട് ഭാവിയിൽ മുൻപോട്ട് തന്നെ പോകാം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത്. ബിഷപ്പ് ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. തീർച്ചയായിട്ടും ഈ രാജ്യത്ത് നിയമമുണ്ട്. കാരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മനപ്രയാസപ്പെടുമ്പോൾ പലരും അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന രംഗങ്ങളാണ് നാം കാണുന്നത്. അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് കാണുമ്പോൾ പലപ്പോഴും അവരവരുടെ ജീവിതം വെച്ച് അവസാനിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. എന്നാൽ ഞാൻ അങ്ങനെ ജീവിതം വെച്ച് അവസാനിപ്പിക്കുവാനല്ല ആഗ്രഹിക്കുന്നത്. നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് കേരളത്തിൽ നീതിന്യായ പീഠങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് കോടതിയുമായി സമീപിച്ച് മുൻപോട്ട് പോകണമെന്നുള്ള ആഗ്രഹപ്രകാരം ഞാൻ മുൻപോട്ട് പോകുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോട്. ഓക്കെ, അപ്പം അച്ഛൻ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം രേണു കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ച് വെച്ചോ. കാര്യം സോഷ്യൽ മീഡിയ വഴി തീർച്ചയായിട്ടും ആ ഒരു മനുഷ്യനെ ഡിഫെയിം ചെയ്തതാണ്. അപ്പം എന്തായാലും ചെറിയ എമൗണ്ടിനൊന്നും ആയിരിക്കത്തില്ല അച്ഛൻ ഈ ഡിഫമേഷൻ കേസ് കൊടുക്കുന്നത്. ഇപ്പം 1 കോടി രൂപയ്ക്കൊക്കെ കേസ് കൊടുക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ കോടതി കെട്ടിവെക്കണം. അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ അത് കെട്ടിവെക്കും. കാര്യം എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും കെട്ടിവെക്കും. കാര്യം നിങ്ങൾ അത്രത്തോളം ആ ഒരു മനുഷ്യനെ അപമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് രേണുസുധിയുടെ അഡ്വക്കേറ്റും ഒക്കെ തയ്യാറായിരുന്നു. ഇനി നമുക്ക് രേണുസുധിയുടെ വേറെ കുറച്ച് കോപ്രായങ്ങളൊന്ന് കാണാം. ആദ്യം ദാസേട്ടൻ രേണു ചേച്ചിയുടെ വായിൽ വെച്ച് കുറച്ച് ചോറ് കൊടുത്തേ. ആ വാരി കൊടുക്ക്, അങ്ങോട്ട് കൊടുക്കങ്ങോട്ട്. ഇവരുടെ എന്തോ ഒരു ആൽബം ഷൂട്ടിങ്, റീൽ ഷൂട്ടിങ്, എന്തോ വാങ്ങാത്തൊലിയും കണ്ടാണ് ഈ സാധനമൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഓരോ ഷോർട്സ് ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് രേണുവിന് വളരെ വ്യക്തമായിട്ടും രേണുവിൻ്റെ കൂടെ ഉള്ളവർക്കും അറിയാം നല്ല രീതിയിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആകും. അപ്പം നല്ല രീതിയിൽ വ്യൂവർഷിപ്പ് കിട്ടുമെന്ന് രേണുവിൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാം. അറിഞ്ഞു വെച്ച് ചെയ്യുന്ന പണിയാണിത്. അതായത് രേണുവിൻ്റെ ആൽബം ഷൂട്ടിങ് നടക്കുവാണെങ്കിലോ, രേണുവിൻ്റെ റീൽ ഷൂട്ടിങ് നടക്കുവാണെങ്കിലോ അതിൻ്റെ ചുറ്റും ക്യാമറയും കൊണ്ട് ആൾക്കാരുണ്ട്. അതായത് പ്രധാനപ്പെട്ട എല്ലാ മീഡിയക്കാരും ഇതിൻ്റെ ചുറ്റിനുണ്ട്. എന്തിനാണ് വന്ന് നിൽക്കുന്നത്? ഇത്തരത്തിൽ രേണുസുധിയെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും പറയില്ല. ഞാൻ പലതവണ റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോഷ്യൽ മീഡിയ വഴി ഇവർ എന്ത് തരം റീച്ചാണ് ഉദ്ദേശിക്കുന്നത്. വെള്ളം കുടിക്ക്, തിരിച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംസാരിച്ചോ. ദാസേട്ടന് കുറച്ച് ചോറ് തന്നെ വയറുണ്ട്.
ഒന്നും പറയാനില്ല. ഈ ദാസേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനൊക്കെ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? എന്തായാലും കുറച്ച് നാളായിട്ട് പുള്ളി എങ്ങും കാണാതിരുന്നതാ, വീണ്ടും നൈസായിട്ട് പിന്നെയും വന്നിട്ടുണ്ട്. കാര്യം രേണുവിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റീച്ച് ആവുമല്ലോ. രേണുവിന് ഇത്ര റീച്ച് ഉണ്ടാക്കി കൊടുത്ത വ്യക്തിയും ഈ വ്യക്തിയാണ്, അത് അതിനെക്കാട്ടി വലിയൊരു കോമഡി. എന്തായാലും ഒന്നും പറയുന്നില്ല. എന്തായാലും രേണുവിൻ്റെ അടുത്ത് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളൂ. രേണുവിനെ സംബന്ധിച്ച് അത്യാവശ്യം ഇപ്പം നല്ല ഒരു പ്രൊഫൈലുണ്ട്. അതായത് ബിഗ് ബോസിൽ പോയി സോഷ്യൽ മീഡിയയിലേക്ക് അത്യാവശ്യം റീച്ച് ഉണ്ട് എന്നുള്ള രീതിയിൽ എന്ത് തന്നെ ആയിക്കോട്ടെ ഒരു പ്രൊഫൈലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പ്രൊഫൈൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള വേലത്തരങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ റീച്ച് ഉണ്ടാക്കുന്നത്? ഇതൊക്കെ എല്ലാവരും അങ്ങ് അക്സെപ്റ്റ് ചെയ്യുമെന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങൾ അടുത്തിരുന്ന് കെട്ടിപ്പിടിച്ചതിനോ ഉമ്മ വെച്ചതിനോ അതൊന്നും ഞാൻ ഒരു പ്രോബ്ലം ആയിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നിങ്ങളുടെ ഇൻറ്റൻഷൻ വേറേതാണ്. എങ്ങനെങ്കിലും നാട്ടുകാർ തെറി പറയണം, എന്നിട്ട് അതെടുത്ത് വെച്ച് എല്ലാവരും റിയാക്ട് ചെയ്യണം, പിന്നെയും നിങ്ങൾക്ക് ലൈം ലൈറ്റിൽ നിൽക്കണം. ഇതൊക്കെയാണ് നിങ്ങളുടെ ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വേറൊരു സാധനം കൂടിയുണ്ട്. രേണുസുതി വയലിൽ നിന്ന് നടന്നങ്ങാണ്ട് മുകളിലോട്ട് കയറി വരുന്ന സമയത്ത് അങ്ങോട്ട് തെന്നി തറയി വീഴുന്നുണ്ട്. അത് കൈ പിടിച്ച് ദാസേട്ടൻ പൊക്കി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആ വീഡിയോയുടെയൊക്കെ വ്യൂവർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 മില്യൺ എങ്ങാണ്ടാണ്. അവിടെ സൈഡിൽ കാണിക്കാം. എനിക്ക് പേടിയാ. ഒരു മിനിറ്റ് കൊട പിടിച്ചാലും ഒരു വലിക്ക് കയറി വരേണ്ട സാധനമാണ്. ഇവർക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് കിട്ടുമെന്നൊക്കെ ഇവർക്ക് നല്ല ബോധമുണ്ട്. ഇവരുടെ കൂട്ടത്തിലുള്ളവർക്കുണ്ട്. രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങ് ഭയങ്കര അങ്ങ് ഒരു എന്താ പറയണ്ട, ഒരു മഹാനടിയായിട്ടൊന്നും അല്ല ആൾക്കാർ വിളിക്കുന്നത്. രേണുവിൻ്റെ ഈ ഒരു റീച്ചിൻ്റെ പേരിൽ മാത്രമാണ് ഈ ആൾക്കാരെല്ലാവരും രേണുവിനെ വെച്ചിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് എടുക്കുന്നത്. അല്ല വേറെ ഒന്നും അല്ല. അവർക്കും അത് തന്നെയാണ് ഇഷ്ടം. എന്തായാലും കേസും വഴക്കും ഒക്കെ ആയിട്ട് കുറച്ച് നാൾ കോടതി കയറി ഇറങ്ങും. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.